إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നേർച്ച എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന രംഗങ്ങൾ ആനകളുടെയും ചെണ്ടമേളങ്ങളുടെയും ആൾക്കൂട്ടത്തിൻ്റെയുമൊക്കെ ചിത്രങ്ങളാണ്. നമ്മുടെ നാട്ടിലെ ഹൈന്ദവരായ ആളുകൾ പൂരവും ഉത്സവവുമൊക്കെ നടത്തുന്നത് പോലെയുള്ള ചില ഉത്സവങ്ങളും ചടങ്ങുകളുമാണ് നേർച്ച എന്നാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട് ആന ഇടഞ്ഞതും ആന ആളുകളെ തൂക്കിയെറിഞ്ഞതുമൊക്കെ നമ്മൾ കേട്ടതും കണ്ടതുമാണ്. അതുപോലെ പല സംഭവങ്ങൾ ഇത്തരം നേർച്ചകളുടെ ഭാഗമായിട്ടുമല്ലാതെയും ഉണ്ടാകാറുണ്ട് എന്നും നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നേർച്ചയുമായി അതിന് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ നാട്ടിൽ നേർച്ചകൾ നടക്കുന്നത് ഖബറുമായി ബന്ധപ്പെട്ടാണ്. ഖബറും അല്ലെങ്കിൽ ജാറവും നേർച്ചയും തമ്മിൽ
യാതൊരു ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. നേർച്ചയെ തെറ്റായി മനസ്സിലാക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നേർച്ച എന്ന പേരിട്ട് പല ജാതി തോന്നിവാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിൽ നേർച്ച എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അറബി ഭാഷയിൽ നദിർ എന്നാണ് നേർച്ചക്ക് പറയുക. ഐച്ഛികമായ ഒരു കാര്യം നിർബന്ധമായി ചെയ്യുമെന്ന് പ്രഖ്യാപിക്കലാണ് നേർച്ച എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ്, നാളെ സുബ്ഹ് നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഞാൻ നിസ്കരിക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന്. അങ്ങനെ പറഞ്ഞാൽ ആ 2 റക്അത്ത് നമസ്കാരം പിന്നെ അയാൾക്ക് നിർബന്ധമാണ്. ഒരാൾ പറയുകയാണ്, ഞാൻ ഒരാട്ടിനെ അറുത്തുകൊണ്ട് പാവങ്ങൾക്ക് ദാനം ചെയ്യാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഐച്ഛികമായ കാര്യം ചെയ്യൽ അയാൾക്ക് നിർബന്ധമായി. അഥവാ അള്ളാഹു നമുക്ക് നിർബന്ധമായി നിശ്ചയിക്കാത്തൊരു കാര്യം നിർബന്ധമായി ചെയ്യുമെന്ന രൂപത്തിൽ നേർച്ച എന്ന രൂപത്തിൽ പ്രഖ്യാപിക്കലാണ് നേർച്ച എന്ന് പറയുന്നത്. അല്ലാതെ ഒരാളൊരു സുന്നത്ത് ചെയ്യാൻ വേണ്ടി മനസ്സിൽ കരുതിയാൽ അത് നേർച്ചയാവുകയില്ല. ഒരാൾ ഒരു സുന്നത്തായ ഐച്ഛികമായ ഒരു കാര്യം ചെയ്യാൻ മനസ്സിൽ കരുതിയാൽ ആ കരുതലിന് അയാൾക്ക് പ്രതിഫലമുണ്ട്. അത് ചെയ്യാതിരുന്നാൽ അയാൾ കുറ്റക്കാരനല്ല. പക്ഷേ ഞാൻ അത് ചെയ്യുമെന്ന രൂപത്തിൽ നേർച്ചയാക്കിയാൽ, അങ്ങനെയുള്ളൊരു നിയത്താണെങ്കിൽ സ്വാഭാവികമായി അയാൾക്കത് നിർബന്ധമായി തീർന്നു. ഫർളായ കാര്യങ്ങൾ നേർച്ചയാക്കലില്ല. ഒരാൾ പറയുന്നു, ഞാൻ നാളെ സുബ്ഹ് നമസ്കാരം നിസ്കരിക്കാൻ വേണ്ടി നേർച്ചയാക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ല. കാരണം അയാൾ നേർച്ചയാക്കിയിട്ടില്ലെങ്കിലും നേർച്ചയാക്കിയാലും അയാൾക്കത് നിർബന്ധമായ കാര്യമാണ്. 4 നിബന്ധനകൾ, 4 ഷർത്തുകൾ നേർച്ചക്കുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. 1, ഇസ്ലാം സുന്നത്താക്കിയ കാര്യമായിരിക്കണം. 2, ഫർളായ കാര്യമാകാൻ പാടില്ല. 3, ആ നേർച്ച അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. 4-മത്തത്, നേർച്ച നേർന്നാൽ അത് വീട്ടൽ, അത് നിറവേറ്റൽ നിർബന്ധമാകുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിന്റെ 7-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. സ്വർഗ്ഗക്കാരായ ആളുകൾ നേർച്ച അവർ നിറവേറ്റുന്നതായിരിക്കും. ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യും. ഇപ്പൊ നേർച്ച നേർന്നാൽ നിറവേറ്റുന്നവരാണ് യഥാർത്ഥത്തിലുള്ള മുത്തഖീങ്ങൾ, യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ എന്ന് പറയുന്നത്. അല്ലാഹു പറയുന്നു, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമു. നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും എന്തൊന്ന് നേർച്ച നേർന്നാലും തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 270-ാമത്തെ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ നദറ അൻ യുതി അല്ലാഹ ഫൽയുതിഉഹു. ആരെങ്കിലും അല്ലാഹനെ അനുസരിക്കുന്ന വിഷയത്തിൽ നേർച്ച നേർന്നാൽ അയാൾ അല്ലാഹനെ അനുസരിക്കട്ടെ. വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസി. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന വിഷയത്തിൽ നേർച്ച നേർന്നാൽ അവൻ അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല. ഇപ്പൊ ചില ആളുകളൊക്കെ പറയും, എൻ്റെ ബാപ്പ എന്നോട് നടത്തിയൊരു വസീയത്താണ്, ബാപ്പ മരിച്ചാൽ ജാറത്തിങ്ങൊന്ന് പോയി അവിടെ നിന്ന് ഖബറ് മൂടണമെന്ന് ബാപ്പാന്റെ വസീയത്താണ്, ആ വസീയത്ത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോകാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട്, ഏർവാടിയിൽ പോകാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, അത് വിട്ടേണ്ടതില്ല. കാരണം ഹറാമ് ചെയ്യുന്ന വിഷയത്തിൽ, തിന്മ ചെയ്യുന്ന വിഷയത്തിൽ ഒരിക്കലും നേർച്ച നിറവേറ്റാൻ പാടില്ല എന്നുള്ളതാണ്. നിബന്ധന വെച്ച് നേർച്ച ചെയ്യാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ നിബന്ധന വെച്ച് നേർച്ച ചെയ്യും. ഉദാഹരണത്തിന്, എൻ്റെ കുട്ടിയുടെ അസുഖം മാറിയാൽ ഞാൻ യതീംഖാനയിൽ അവിടെ ഭക്ഷണം കൊടുത്തുകൊള്ള റബ്ബേ. അല്ലെങ്കിൽ എൻ്റെ ഇന്ന ആഗ്രഹം സാധിച്ചാൽ, എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ ഇത്ര 20 നോമ്പ് നോൽക്ക എന്നൊക്കെ പറഞ്ഞ് കണ്ടീഷൻ വെച്ച്, നിബന്ധന വെച്ചുകൊണ്ട് നേർച്ചയാക്കാൻ പാടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹു ലാ യറുദ്ദു ശൈഅൻ വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനശ് ശഹീഹ്.
അങ്ങനെ നിബന്ധന വെച്ചുള്ള നേർച്ച അതൊരിക്കലും വിധിയിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. മാത്രവുമല്ല അത് പിശുക്കന്റെ പണം പുറത്തെടുക്കാൻ വേണ്ടി മാത്രമാകുന്നു എന്നതാണ്. അഥവാ നിബന്ധന വെച്ചൊരാൾ നേർച്ച നേർന്നാൽ പോലും അത് വീട്ടൽ അയാൾക്ക് നിർബന്ധമാണ്. ഉദാഹരണത്തിന് ഒരാൾ തൻ്റെ കുട്ടിയുടെ അസുഖം മാറിയാൽ ഒരു പള്ളിക്ക് വേണ്ടി ഇത്ര കൊടുക്കാന്ന് അയാൾ നേർച്ചയാക്കി. അങ്ങനെ കണ്ടീഷൻ വെച്ച് നേർച്ചയാക്കാൻ പാടില്ല. പക്ഷേ അയാളുടെ കുട്ടീൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഈ നേർച്ച നേർന്നത് കൊണ്ട് തന്നെ അത് വീട്ടൽ അയാൾക്ക് നിർബന്ധമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നേർച്ച നേരുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. അനങ്ങിയ നേർച്ചയാക്കുന്ന ആളുകൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി തീരെ നേർച്ചയാക്കാൻ പാടില്ല, അത് ശിർക്കാണ്. എന്നാൽ അള്ളാഹ്ക്ക് വേണ്ടി നേർച്ച നൽകുന്നത് പോലും അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കാത്തൊരു കാര്യം സ്വയം നിർബന്ധമാക്കി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത് നമുക്ക് നിറവേറ്റാൻ കഴിയണമെന്നില്ല. എന്നാൽ നേർച്ച നേർന്നാൽ അത് വീട്ടൽ നിർബന്ധമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, കുൻതു നദർതു ഫിൽ ജാഹിലിയ്യ അൻ അഅ്തകിഫ ലൈലതൻ ഫിൽ മസ്ജിദിൽ ഹറാം. ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി ഇഅ്തികാഫിരിക്കാമെന്ന് നേർച്ച നേർന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഔഫി ബിനദിരിക്, എങ്കിൽ നിന്റെ നേർച്ച നീ നിറവേറ്റുക. നമ്മൾ മനസ്സിലാക്കണം, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾക്കും അഥവാ മുശ്രിക്കുകളായ ആളുകൾക്കും അള്ളാഹുൽ വിശ്വാസമുണ്ടായിരുന്നു. അവർ മുശ്രിക്കുകൾ അള്ളാഹ്ക്കും നേർച്ചയാക്കിയിരുന്നു, അള്ളാഹു അല്ലാത്തവർക്കും നേർച്ചയാക്കിയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ ഉമർ അല്ലാഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി ഇഅ്തികാഫിരിക്കാമെന്ന് നേർച്ച നേർന്നിരുന്നു. അത് നബിയോട് ചോദിക്കാണ്, ആ കാലത്താണ് ഞാൻ നേർച്ച നേർന്നിട്ടുള്ളത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഔഫി ബിനദിരിക്, നിന്റെ നേർച്ച നീ നിറവേറ്റുക എന്നതാണ്. മാത്രവുമല്ല, ഒരിക്കൽ ഒരു വ്യക്തി ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ഒട്ടകച്ച അറുക്കാൻ വേണ്ടി നേർച്ച നേർന്നു. നബിയോട് പറയാണ്, ഇന്നി നദർതു അൻ അൻഹറ ഇബ്ലൻ ബിബുവാന. നബിയെ, ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ഒട്ടകത്തെ നേർച്ച നേർന്നിരിക്കുന്നു, ഒട്ടകത്തെ അറുക്കാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം, ഹൽ കാന ഫീഹാ വസനും മിൻ ഔസാനിൽ ജാഹിലിയത്തി യുഅബദ്. അവിടെ ആ ബുവാനയിൽ ജാഹിലിയ കാലഘട്ടത്തിലെ വിഗ്രഹങ്ങളിലെ ഏതെങ്കിലും വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നതാണോ, പെട്ടിട്ടുണ്ടോ? സഹാബിമാര് പറഞ്ഞു, ഇല്ല നബിയെ. നബി രണ്ടാമതായി ചോദിക്കുന്നു, ഹൽ കാന ഫീഹാ ഈദും മിൻ അയാദിഹിം. അവിടെ അവരുടെ വല്ല ആഘോഷങ്ങളുമുണ്ടോ? അവിടെ വല്ല ആഘോഷങ്ങളുമുണ്ടോ? സഹാബിമാര് പറഞ്ഞു, ഇല്ല നബിയെ. അപ്പൊ നബി സഹാബിയോട് പറഞ്ഞു, ഔഫി ബിനദിരിക്, നിന്റെ നേർച്ച നീ പൂർത്തിയാക്കുക. കാരണം അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ബലിയറക്കാനാണ് അയാൾ നേർച്ച നേർന്നിട്ടുള്ളത്. നബി ശേഷം പറഞ്ഞു, ഫഇന്നഹു ലാ വഫാഅ ലിനദിരിൻ ഫീ മഅസിയത്തില്ലാ. അള്ളാഹനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ നേർച്ച പൂർത്തീകരിക്കലില്ല. വലാ ഫീമാ ലാ യംലികു ഇബ്നു ആദം, മനുഷ്യന് കഴിയാത്ത വിഷയത്തിലും നേർച്ചയാക്കലില്ല എന്നതാണ്. നമ്മുടെ ശരീരത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ള നേർച്ചയാക്കലില്ല. ഒരിക്കലൊരു സഹോദരി അവർ നടന്നുകൊണ്ട് ഹജ്ജിന് പോകാൻ വേണ്ടി നേർച്ചയാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നീ വാഹനം കയറി ഹജ്ജിന് പോ എന്ന് ആ സ്ത്രീയോട് പറയുന്നുണ്ട്. നീ നേർച്ച നേർന്നാൽ അത് പാലിക്കണം. അത് പാലിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള കഫാറത്തുണ്ട്. പാലിക്കാൻ കഴിയാഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. കഫാറത്തുൻ നദിരി കഫാറത്തുൽ യമീൻ. നേർച്ച നിറവേറ്റിയിട്ടില്ലെങ്കിലുള്ള പ്രായശ്ചിത്യം, പ്രതിജ്ഞ ലംഘിച്ചാൽ എന്താണോ പ്രായശ്ചിത്തം അത് തന്നെയാണ്. അത് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. എന്താണത്? ഫകഫാറതുഹു ഇത്ആമു 10 മസാകീൻ. 10 മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുക. മിൻ ഔസതി മാ തുതഇമൂന അഹ്ലീകും. അപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ നമ്മുടെ വീട്ടുകാർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനാണ് കൊടുക്കുന്നത്. അത് കണക്കാക്കി 10 മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുക.
ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ 10 മിസ്കീനുകൾക്ക് വസ്ത്രം നൽകുക, ഔ തഹ്രീറു റഖബ, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. ഇതിന് മൂന്നിനും സാധിക്കാതെ വരികയാണെങ്കിൽ ഫമൻ ലം യജിദ് ഫസിയാമു 3 അയ്യാം, 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുക എന്നാണ് അതിൻ്റെ പ്രായശ്ചിത്തമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി നമ്മുടെ ശരീരത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ടുള്ള നേർച്ചയാക്കലില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ നമ്മളുടേതായ ഒരു ത്യാഗം ഉണ്ടാക്കലല്ല. അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിക്കാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കാത്ത രൂപത്തിൽ ശരീരത്തെ പ്രയാസപ്പെടുത്തലല്ല യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ സഹാബിമാര് പറഞ്ഞു, അബൂ ഇസ്രായേൽ, അയാളുടെ പേര് അബൂ ഇസ്രായേൽ എന്നാണ്. നദറ അൻ യഖൂമ വലാ യഖഉദ്, അയാളെ നേർച്ച എന്താണ്? നിൽക്കാനാണ് നേർച്ച ഇരുന്നിട്ടുള്ളത്, ഇരിക്കൂല എന്നാണ് നേർച്ച. അതുപോലെ തന്നെ വലാ യസ്തളില്ല, വെയിലത്ത് നിൽക്കാനാണ് നേർച്ച, തണലത്തേക്ക് അയാൾ മാറി നിൽക്കുകയില്ല. വലാ യതകല്ലം, അയാൾ സംസാരിക്കൂല. 3 കാര്യങ്ങളാണ്. ഒന്ന്, നിൽക്കാനാണ് നേർച്ച, അയാൾ ഇരിക്കൂല എന്നാണ് നേർച്ച. 2, ആ നൃത്തം തന്നെ എവിടെയാണ് നിൽക്കുന്നത്? തണലത്തല്ല, വെയിലത്താണ്. വെയിലുണ്ടെങ്കിൽ പോലും ആ വെയിലത്തു നിന്നും മാറി തണലുള്ള ഭാഗത്തേക്ക് അയാൾ പോകൂല. 3-മത്തത്, അയാള് സംസാരിക്കുകയില്ല എന്ന് നേർച്ച നേർന്നിട്ടുണ്ട്. 4-മത്തൊരു കാര്യം കൂടിയുണ്ട്, വയസൂമ, നോമ്പ് നോറ്റിട്ടുമുണ്ട്. അയാൾ നോമ്പ് നോൽക്കാൻ നേർച്ചുണ്ട്. നബി പറഞ്ഞു, മുർഹു ഫൽയതകല്ലം വൽയസ്തളിൽ വൽയഖുദ് വൽയുതിമ്മ സൗമഹു, അയാളോട് പറയണം, ഇരിക്കാൻ വേണ്ടി പറയണം, സംസാരിക്കാൻ വേണ്ടി പറയണം, വെയിലത്തിന് തള്ളത്തേക്ക് മാറി നിൽക്കാൻ വേണ്ടി പറയണം, അയാളോട് നോമ്പ് പൂർത്തിയാക്കാനും വേണ്ടി പറയണം. കാരണം നോമ്പ് സുന്നത്തായ ഒരു കാര്യമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. അത് അയാൾ നേർച്ച നേർന്നത് വീട്ടണമെന്നുള്ളത് അയാൾക്ക് പിന്നെ നിർബന്ധമായി തീരുന്നു. ഇനി നമ്മുടെ നേർച്ച അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ മറിയം ബീവിയുടെ ഉമ്മ പറഞ്ഞു, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ, റബ്ബേ എന്റെ വയറ്റിലുള്ള ഈ കുട്ടിയെ നിനക്ക് വേണ്ടി ഞാൻ നേർച്ച നേരുന്നു. അള്ളാഹ്ക്ക് വേണ്ടിയാണ് നേർച്ച. മറിയം ബീവി പറഞ്ഞു, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയ, പരമകാരുണികന് വേണ്ടി ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു, ഒരു മനുഷ്യനോടും ഞാൻ സംസാരിക്കുകയില്ല. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ സംസാരിക്കാത്ത നോമ്പില്ല. എന്നാൽ അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ നദർതു ലിർറഹ്മാനി, പരമകാരുണ്യകന് നേർച്ച നേർന്നിരിക്കുന്നു എന്നുള്ള പ്രയോഗമാണ്. റബ്ബി ഇന്നി നദർതു ലക, റബ്ബേ ഞാൻ നിനക്ക് നേർച്ച നേർന്നിരിക്കുന്നു എന്നാണ്. നമ്മുടെ നേർച്ചകൾ അഖിലവും റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അള്ളാഹു അല്ലാത്ത ആർക്കും നമ്മൾ നേർച്ച നേരാൻ പാടില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ അള്ളാഹു അവർക്ക് നൽകിയ കന്നുകാലികളെയും കാർഷിക വിഭവങ്ങളെയും ഒക്കെ അള്ളാഹ്ക്കും നേർച്ച നേരും, ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും ഒക്കെ നേർച്ച നേരുകയും ചെയ്യും. അള്ളാഹു പറയും, വജഅലൂ ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബാ ഫഖാലൂ ഹാദാ ലില്ലാഹി ബിസഅമിഹിം വഹാദാ ലിശുറകാഇനാ. എന്നിട്ട് അവർ പറയും, ഇതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്, ഇത് ഞങ്ങളുടെ പങ്കുകാർക്കും ഉള്ളതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളാളത്തേക്ക് ആടിനെ നേർച്ചാക്കുന്നവരുണ്ട്, മൊയ്തി ഷേഖിന് വേണ്ടി കോഴിയെ ഒഴിഞ്ഞിടുന്നവരുണ്ട്. ആ ഉള്ളാളത്തേക്കൊക്കെ നേർച്ചയാക്കിയ ആട് പച്ചക്കറി കടയിൽ കിടന്ന് പച്ചക്കറി തിന്നാലും ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ട് ഫ്രൂട്ട് തിന്നാലും ആളുകൾ പ്രതികരിക്കുകയില്ല. ആട് വരുമ്പോൾ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥ, ഇങ്ങനെ ഈ നേർച്ച മൃഗത്തെ പ്രത്യേകമായി ബഹുമാനിക്കുന്ന അവസ്ഥ ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ ചിലത് അള്ളാഹ്ക്ക് നേർച്ചയാക്കും, ചിലത് അള്ളാഹു അല്ലാത്തവർക്കും നേർച്ചയാക്കും. പറയും ഹാദാലില്ല, ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ഹാദാലി ശുറക്കാഇന, ഞങ്ങളുടെ പങ്കുകാർക്കുള്ളതാണ്. ഫമാ കാന ലിശുറകാഇഹിം ഫലാ യസിലു ഇലല്ലാഹ്, ഈ പങ്കുകാർക്കുള്ളതിൽ നിന്ന് ഒന്നും അള്ളാഹുവിലേക്ക് എത്തുകയില്ല. വമാ കാന ലില്ലാഹി ഫഹുവ യസിലു ഇലാ ശുറകാഇഹിം, അള്ളാഹ്ക്കുള്ളതിൽ നിന്ന് പങ്കുകാർക്ക് എത്തുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരാള് 3 ഒട്ടകങ്ങൾ അള്ളാഹ്ക്കും നേർച്ച നേർന്നിട്ടുണ്ട്, 3 ഒട്ടകങ്ങളെ പങ്കുകാർക്ക് നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ തോന്നും, ഈ പങ്കുകാർക്ക് നൽകിയതിൽ വല്ല പോരായ്മയുണ്ടോ എന്ന് തോന്നിയിട്ട് അള്ളാഹ്ക്ക് വേണ്ടി നേർച്ചയാക്കിയ ഒരു ഒട്ടകത്തിനെയും കൂടി എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കും.
എന്നാൽ ഈ പങ്കുകാർക്കുള്ളതിൽ നിന്ന് അള്ളാഹുവിന് അവർ മാറ്റിവെക്കുകയില്ല. അള്ളാഹു പറയുന്നു സാഅ മാ യഹ്കുമൂൻ, ഇവിടുത്തെ തീരുമാനം എത്ര മോശമാണ്. നമ്മുടെ നാട്ടിലും ഇങ്ങനല്ലേ? പെരുന്നാക്ക് പോലും അറവ് നടത്താത്ത ആളുകളെ ബദ്രീങ്ങളുടെ ആണ്ടിന് വലിയ ആവേശത്തോടെ അറക്കുന്നത് കാണുന്നില്ലേ? ആളെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്, ബദ്രീങ്ങളുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. ഉള്ളാളത്തേക്ക് നേർച്ചയാക്കുന്നവരില്ലേ? ഒരീശയ്ക്കിന് വേണ്ടി നേർച്ചയാക്കുന്നവരില്ലേ? ഈ നേർച്ചക്ക് നമ്മൾ കാണുന്ന പുതിയങ്ങാടിയാണെങ്കിലും കൊണ്ടോട്ടിയാണെങ്കിലും പട്ടാമ്പി ആണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഖബറുമായി ബന്ധപ്പെട്ടും ആ ഖബറിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുമാണ് ഈ നേർച്ചകൾ നടക്കുന്നത്. ആ ഖബറിൽ കിടക്കുന്ന ആളുടെ പ്രീതിക്ക് വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. യാഹൂത്തങ്ങളെ ജാറാണ് പുതിയങ്ങാടി ഉള്ളത്. അയാൾക്ക് 2 ഖബറാണ്. അയാൾ മരിച്ചപ്പോൾ മയ്യത്തിന് വേണ്ടി പിടിയും വലിയാണ്. കാരണം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് കൂടുകയാണ്. ഒരു മുതൽ മുടക്കും ഇല്ലാതെ വരുമാനം ഉണ്ടാക്കാനുള്ള വഴിയാണത്. അങ്ങനെ 2 നാട്ടുകാർ തമ്മിൽ പരസ്പരം തർക്കമായി. ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ മറവ് ചെയ്തു. പിന്നീട് ആ രാത്രി ഒരാൾ സ്വപ്നം കാണുന്നു. യാഹൂത്തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ്, അപ്പുറത്തൊരു ഖബറും കൂടി കുഴിച്ചോ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിടക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നേർച്ച. അതിന് നേതൃത്വം നൽകുന്നവർ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാരാണ്, മുസ്ലിയാക്കന്മാരാണ്. എന്നിട്ട് ഞങ്ങൾക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതെല്ലാം ഇത്തരം സ്ഥലങ്ങളിൽ നടക്കുന്നു. നബി പറഞ്ഞു, ഈമാൻ 60-ൽ പരം ശാഖകളാണ്, അല്ലെങ്കിൽ 70-ൽ പരം ശാഖകളാണ്. അഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഏറ്റവും അഫ്ദലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമായിട്ടാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നു. ആ ഈമാനിന്റെ ഏറ്റവും ചെറിയ ശാഖ എന്താണ്? വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ്. ഇത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്നില്ല എന്ന് മാത്രമല്ല, വഴിയിൽ തടസ്സമുണ്ടാക്കുകയാണ്. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങൾക്കും എതിരാണ്. അല്ലെ, സംഗീതം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, എൻ്റെ ഉമ്മത്തിലെ ചില ആളുകൾ അവർ വ്യഭിചാരവും പട്ടും, പുരുഷന്മാർ പട്ടുധരിക്കലും സംഗീതവും അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ ഹലാലാക്കും. ഹിർ എന്ന് പറഞ്ഞാൽ വ്യഭിചാരമാണ്, ഹരീർ എന്ന് പറഞ്ഞാൽ പട്ടാണ്, ഖംർ എന്ന് പറഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങളാണ്, മദ്യമാണ്, മആസിഫ് എന്ന് പറഞ്ഞാൽ വാദ്യോപകരണങ്ങളാണ്. ഈ യസ്തഹില്ലൂന എന്ന് പറഞ്ഞാൽ ഹലാലായി പ്രഖ്യാപിക്കുമെന്നാണ്, ഹലാലാക്കുമെന്നാണ്. ഈ ആളുകൾ ചെണ്ട കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. അതായത് നടുകുടുങ്ങിയ ചെണ്ടല്ലാത്ത ചെണ്ടൊക്കെ കൊട്ട, വലിയ ബാൻഡ് അത് കൊട്ട എന്നാണ് പറയുന്നത്. ഈ കരിവരുന്ന പ്രയോഗം നല്ലതാണ് എന്നാണ് പറയുന്നത്. ആളുകൾ ഇങ്ങനെ കൂടുമ്പോൾ അവിടെ രോഗപകർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെടിപൊട്ടിച്ചാൽ ആ രോഗപകർച്ചക്ക് അത് രോഗം തടയാൻ അത് കാരണമാകുമെന്നാണ് ഇവർ പറയുന്നത്. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. മാത്രമല്ല നബി പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യം കാണിച്ചാൽ അവർ അവരിൽപ്പെട്ടവരാണ്. ഒരു സാധാരണ ആളോട് ചോദിക്കും, ഇത് കാണുന്നത് പൂരാണോ നേർച്ചയാണെന്ന് ചോദിച്ചാൽ മനസ്സിലാവൂല. രണ്ടും ഒരേ രൂപത്തിലാണ്. മദ്യപിച്ച് ചാടുന്നു, ഡാൻസ് കളിക്കുന്നു, അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള കമ്പോളങ്ങളും എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികമായി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നമ്മുടെ നാടുകളിൽ ഇതിൻ്റെ പേരിൽ നടക്കുന്നത്. കൃത്യമായ രൂപത്തിൽ ഇസ്ലാം പഠിച്ച് ജനങ്ങൾക്ക് എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുക്കാൻ വേണ്ടി നേർച്ചയാക്കുന്നവരുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി, റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക. ഇന്ന് ജാറങ്ങളിൽ കാണുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അവിടെ പോയിട്ട് സുജൂദ് ചെയ്യുന്നു, അവിടെ പോയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു.
നമസ്കരിക്കാൻ പള്ളിയിൽ നിൽക്കുമ്പോഴുള്ള ഭക്തി പോലും പള്ളിയിൽ നിൽക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ഭക്തിയാണ് ഇത്തരം ജാറങ്ങളിലും മറ്റും പോകുമ്പോഴുള്ളത്. അള്ളാഹു സത്യമെന്ന് പറഞ്ഞ് ഒരു ഉളുപ്പുമില്ലാതെ കളവ് പറയുന്ന ആളുകൾ പോലും ഇത്തരം ജാറങ്ങളിൽ പോയി സത്യം ചെയ്യാനൊരു പേടിക്കുന്നു. സത്യം ചെയ്യാനെന്നല്ല പറഞ്ഞു, മറിച്ച് ഒരത്രയും ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഭവ്യതയോടുകൂടിയുമാണ് അത് കാണുന്നത്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ പ്രഖ്യാപിക്കാൻ പറഞ്ഞു അല്ലാഹു തആല. എൻ്റെ നമസ്കാരം, എൻ്റെ ആരാധനാ കർമ്മങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. ബലിയറുക്കലാകട്ടെ, നേർച്ചയാകട്ടെ, ഏത് ഇബാദത്താകട്ടെ എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാകണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. ഇനി ഖബറുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത്തരം എല്ലാ നേർച്ചകളും മറ്റും നടക്കുന്നത്. എന്താണ് ഇസ്ലാമിൽ ആ വിഷയത്തിലുള്ള നിലപാട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, വലാ തജ്അലു ഖബരി ഈദാ, എൻ്റെ ഖബറിനെ നിങ്ങൾ ആഘോഷമാക്കി മാറ്റരുത്. ഇന്ന് ഈ ജാറങ്ങളൊക്കെ ഒരു ആഘോഷ കേന്ദ്രമായിട്ടാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മരണഭയമോ പരലോകബോധമോ ഒന്നും ഇന്നത്തെ ജാറങ്ങളിൽ പോയി ആർക്കും ഉണ്ടാവില്ല. അവിടെ പോകുന്നത് തന്നെ ദുനിയാവിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത്രയും അലങ്കരിച്ചൊരവസ്ഥയാണ് അവിടെ കാണാൻ കഴിയുക. അമ്പലത്തിലെ പോലെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിലെ പോലെ വിളക്ക് കൊളുത്തലും ചന്ദനച്ചിരിയും ആ രൂപത്തിലുള്ള എല്ലാ അനാചാരങ്ങളും അവിടെ കാണാൻ കഴിയും. പുഷ്പാർച്ചനകൾ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള എല്ലാ അനാചാരങ്ങളും മറ്റും അവിടെ നമുക്ക് കാണാൻ കഴിയും. നബി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. ഇഷ്തദ്ദ അളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാലയമാക്കിയവർക്കെതിരെ അള്ളാഹുവിൻ്റെ കോപമുണ്ട്, അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നുള്ളതാണ്. ഇനി ഖബർ കെട്ടിപ്പൊന്തിക്കാൻ പറ്റുമോ? പാടില്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബർ വഅൻ യുഖഅദ അലൈഹി വഅൻ യുബ്ന അലൈഹി, ഖബറിന്മേൽ കുമ്മായമിടുന്നതും അതിന്മേൽ ഇരിക്കുന്നതും അതിന്മേൽ എടുപ്പുണ്ടാക്കുന്നതും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിലെ 970 ഹദീസാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജിൽ അസദിയോട് പറയുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നിയോഗിച്ച അതേ കാര്യം കൊണ്ട് ഞാൻ നിന്നെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞൊരു വിഷയം, വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു, പൊങ്ങി നിൽക്കുന്ന ഒരു ഖബറും നീ നിരപ്പാക്കാതെ വിടരുത് എന്നുള്ളതാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം വിശ്വാസികൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോഴോ അല്ലാത്തപ്പോഴോ നബിയുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ടോ അല്ലാതെയോ സഹാബിമാരാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടിയോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ സങ്കടം പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ശിർക്ക് മുതൽ ഓരോ തിന്മകളും ഈ ജാറങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അതിൻ്റെ പേരിൽ നേർച്ച നടക്കുന്നു. അത് വാർഷികമായി ഓരോ വർഷവും ഇത് ആവർത്തിച്ചു വരുന്നു. പലതും അവർക്ക് വേണ്ടി നേർച്ചയാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്ന ഈ പൂരം മോഡലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും അബിസീനിയെ സന്ദർശിച്ചു വന്നപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നബിയോട് പറയാണ്, നബി അവിടെ വലിയ വലിയ ഖബറുകളൊക്കെ ഉണ്ട്, വലിയ വലിയ ജാറങ്ങളൊക്കെ ഉണ്ട് എന്ന രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഉലൈക കാന ഫീഹിമുർ റജുലു സ്വാലിഹു ഫമാത്, അവരിൽ ഏറ്റവും സ്വാലിഹായ ഒരു മനുഷ്യൻ മരിച്ചാൽ ബനൗ അലാ ഖബരിഹി മസ്ജിദ, അവിടെ ഖബറിന്റെ മേൽ പള്ളി ഉണ്ടാക്കും. വസവ്വറു തിൽകൽ സുവർ, ആ രൂപങ്ങൾ അവരുണ്ടാക്കും. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും മോശക്കാർ അവരാകുന്നു, ഏറ്റവും മോശം പടപ്പുകൾ അവരാകുന്നു എന്നതാണ്. ഇനി മാത്രമല്ല, ഖബറിൻ്റെയൊക്കെ തിരിഞ്ഞ് നിസ്കരിക്കാൻ പോലും പാടില്ല. അല്ലേ? ഖബർ ഉള്ളിൽ ജാറം അറ്റാച്ച്ഡ് ആയ പള്ളിയാണെങ്കിൽ നബി പറഞ്ഞു, ലാ തജ്ലിസു അലൽ ഖുബൂർ
നിങ്ങൾ ഖബറിന്മേൽ ഇരിക്കരുത്. വലാ തുസല്ലു ഇലൈഹ, ഖബറിലേക്ക് തിരിഞ്ഞു നിങ്ങൾ നമസ്കരിക്കരുത് എന്ന് പോലും പറയുമ്പോൾ പ്രിയമുള്ളവരെ, വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായ രൂപത്തിൽ തൗഹീദ് ഉൾക്കൊള്ളുവാൻ, എല്ലാ രൂപത്തിലുമുള്ള ശിർക്കൻ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ബിദ്അത്ത് പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ മുക്തമാവുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തിലും സുഹൃത്തുക്കളിലും ഇത്തരം പിഴച്ച ആദർശത്തിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പ്രബോധനം നടത്തുക എന്നത് നമ്മുടെ ശക്തമായ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രൂപത്തിലുമുള്ള ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും സന്താനങ്ങളെ കൊണ്ടുമൊക്കെ പല നിലക്കുള്ള പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്ക് എല്ലാവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آل محمد والحمد لله رب العالمين.